വെറുതെ വീട്ടിൽ കുത്തിയിരുന്നപ്പോഴാണ് അമ്മ ഇങ്ങനെ പറഞ്ഞു, വെള്ളയാണി ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നുണ്ട്, ഇന്ന് പറഞ്ഞിട്ടാണ്, നിങ്ങൾ ചെന്നൊന്ന് കണ്ടിട്ട് വരാം. എന്നാൽ പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ രണ്ടുപേരും നേരെ വിട്ടു വെള്ളയാണിയിൽ. നല്ലപോലെ ഒരു വ്ളോഗ് എടുക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നത്. പക്ഷേ ഇതെല്ലാം കണ്ടപ്പോൾ വീഡിയോ എടുക്കുന്ന കാര്യങ്ങളെല്ലാം മറന്നുപോയി. പിന്നെ കുറച്ച് ഷോർട്സ് എടുത്തു, അത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇതിന്റെ ഐതിഹ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാൻ അറിയത്തില്ല. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇതാണ് മുടിപ്പുര. നമ്മുടെ പറണേറ്റിൽ ദേവിയെ കൊണ്ട് കയറുന്ന മുടിപ്പുരയാണ് ഇത്. ഇവിടെയാണ് ദേവിയെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത്. ഇവിടെ ഒത്തിരി ആൾക്കാർ വന്ന് തൊഴുന്നുണ്ട് കേട്ടോ. നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ആടിത്തുള്ളി ഇറങ്ങിയപ്പോഴത്തേനും അമ്പലം അടച്ചു കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗം എന്ന് പറയുന്നത് അമ്പലത്തിന്റെ അപ്പുറത്തുള്ള ഒരു ഗ്രൗണ്ടാണ്. ഇവിടെയാണ് ഈ പറണേറ്റ് നടക്കുന്നത്. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മുടിപ്പുര. ഇവിടെയായിട്ടാണ് ദേവിയെ ഇരുത്തിയേക്കുന്നത്. കുറച്ചു നേരം കഴിഞ്ഞ് നമ്മൾ അവിടെ ചെന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും ദേവിയുടെ ദാസന്മാര് ദേവിയുടെ ആടയാഭരണങ്ങളും ആയുധങ്ങളും ഒക്കെ ആയിട്ട് ഈ പറണേറ്റ് നടക്കുന്ന ഭാഗത്തോട്ട് പോവുകയാണ്. അതായത് അവിടെ താഴെ കുറെ പൂജകളൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇത് ആരംഭിക്കുന്നത്. പണ്ട് ചെറുപ്പത്തിലെ ഇത് കണ്ടിട്ടുള്ളത് കൊണ്ട് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല കേട്ടോ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒന്ന് തിരുത്തി തരണം. എന്തെങ്കിലും പറഞ്ഞതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പറഞ്ഞ് പഠിപ്പിച്ചു തരണം. പിന്നെ മാളുവിന്റെ നാട്ടിൽ ഇതൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അവളെക്കൊന്ന് കണ്ട് കാണിക്കണം എന്നുള്ളൊരു ഉദ്ദേശം മാത്രമാണ്. ഇതൊക്കെ കണ്ടപ്പോൾ അവൾ ഒരുപാട് സന്തോഷമായി. ഇതാണ് ദേവിക്ക് കയറാനുള്ള പറണേറ്റ്. ഇതിന്റെ തൊട്ടപ്പുറത്ത് ചെറുതുണ്ട്, അത് ധാരികന് വേണ്ടിയിട്ട്. ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള കഥ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ഇപ്പോഴത്തെ ചൂടിന്റെ അരിമ്പിനെ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. കുറച്ചു നേരം അവിടെ നിന്നപ്പോഴത്തേനും ഒരു തരത്തിൽ നിൽക്കാൻ പറ്റാത്ത തിരക്കായി കേട്ടോ. ഭയങ്കര തിരക്ക്. ഗ്രൗണ്ട് ഫുള്ള് ഭയങ്കര ആളായി. നമുക്ക് ഒട്ടും നിൽക്കാൻ പറ്റാണ്ട് ശ്വാസം മുട്ടുന്ന അവസ്ഥയായപ്പോഴത്തേനും നമ്മൾ അവിടെ നിന്ന് എസ്കേപ്പ് അടിച്ചു. തിരക്കിന്റെ അവിടെ നിന്ന് എസ്കേപ്പ് അടിച്ച് നമ്മൾ നേരെ തിരിഞ്ഞ് ഇങ്ങനെ നടന്നു വന്നു. രണ്ട് സൈഡിൽ നിറയെ കച്ചവടക്കാരുണ്ട്. നമ്മൾ രണ്ടുപേരും കുലുക്കി പിടിച്ചു. പിന്നെ കുറെ കുപ്പികളോ 5 കുപ്പികളോ ഇല്ലാതെ എന്താഘോഷം. പക്ഷെ അതിന്റെ ഒന്നും ക്ലിപ്പ് എടുക്കാൻ പറ്റില്ല. ചൂട് കാരണം ഒരു രക്ഷയില്ലാണ്ട് നിൽക്കാനും വയ്യ. തിരക്കും ആകെപ്പാടെ വെപ്രാളമായിപ്പോയി. പിന്നെ അവിടെ നേരെ നമ്മൾ ഇറങ്ങി വീട്ടിലോട്ട് തിരിച്ചു. ഇന്നത്തെ വീഡിയോക്ക് ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോ വേറൊരു വീഡിയോ കാണാൻ. ബൈ ബൈ.